വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രെഡ് പാറ്റേൺ ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങളും ചെയ്യേണ്ട വിധവും ഏറ്റവും പുതിയ ഡിസൈനുകളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 40x40 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പ്ലൈവുഡ്, ഹാർഡ് ബോർഡ് എന്നിവ ഉപയോഗിക്കാം. ഹാർഡ് ബോർഡോ അല്ലെങ്കിൽ പ്ലൈവുഡ് പെയിൻ്റ് അടിക്കാം, പേപ്പർ ഒട്ടിക്കാം, അതുമല്ലെങ്കിൽ തുണി ഒട്ടിച്ച് വരാവുന്നതാണ്. LP പരമാവധി 3 ബോർഡുകൾ ചെയ്യണം. UP 4 എണ്ണം, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗവും 6 ബോർഡുകൾ ചെയ്തിരിക്കണം. ത്രെഡ് പാറ്റേൺ ചെയ്യാൻ ഏത് നൂലും ഉപയോഗിക്കാവുന്നതാണ്. ആണി, അത് ഉറപ്പിക്കാനുള്ള മുട്ടി അല്ലെങ്കിൽ ഹാമർ, ചുറ്റിക, കൂടാതെ സ്കെയിൽ, പെൻസിൽ, പേന, കോമ്പസ്, പേപ്പർ തുടങ്ങിയവ നിങ്ങൾക്ക് കൈവശം സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ പേപ്പറിൽ മത്സര സ്ഥലത്ത് നിന്ന് ഒപ്പിട്ട് നൽകുന്ന പേപ്പറിൽ മാത്രമാണ് തത്സമയം വരച്ച് ചെയ്യേണ്ടത്. ആർക്കും ഈ ബോർഡ് ചെയ്യുന്നതിന് ഫർണിച്ചർ അനുവദിക്കുന്നതല്ല, അതായത് ബെഞ്ചോ ഡെസ്കോ മേശയോ ഒന്നും നൽകുന്നതല്ല. ഓരോരുത്തരും നിശ്ചിതമായ പാറ്റേണുകൾ ചെയ്യുന്നതിനാവശ്യമായ കടലാസുകൾ ആവശ്യത്തിനനുസരിച്ച് മേടിക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും ഉറപ്പിച്ച് ആണി അടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ വിചാരിക്കുന്ന ഡിസൈനിന് ആവശ്യമുള്ള രീതിയിൽ തന്നെ ആണി അടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ആണി ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ പേപ്പർ നമുക്ക് ഇളക്കിയെടുത്ത് ഉപേക്ഷിക്കാവുന്നതാണ്. ശേഷം നൂലുപയോഗിച്ച് നിശ്ചിതമായ ആകൃതി ഉണ്ടാക്കത്തക്ക രീതിയിൽ അത് മറ്റൊരു ആണിയിലേക്ക് തമ്മിൽ യോജിപ്പിച്ച് ആ ഡിസൈൻ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 3 മണിക്കൂർ സമയമാണുള്ളത്. മനോഹരമായ കളർ കോമ്പിനേഷനിൽ, അതായത് നിറങ്ങളുടെ സംയോജനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഉപയോഗിച്ചിരിക്കുന്നത് നൂലുകളുടെ എണ്ണം, എത്ര വ്യത്യസ്തമായ തരത്തിൽ ഉള്ള നിറത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും മൂല്യനിർണ്ണയത്തിന് വിധികർത്താക്കൾ പരിഗണിക്കുന്നതാണ്. അതുപോലെ നല്ല നല്ല ഡിസൈൻ, വ്യത്യസ്തമായ ഡിസൈനുകൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ വ്യത്യസ്തമായ ചിത്രങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഏറ്റവും വളരെ പെട്ടെന്ന് തെറ്റിക്കാതെ ക്രമീകരിച്ച് നൂലുകൾ വിരിക്കുകയും അല്ലെങ്കിൽ പാകുകയും അല്ലെങ്കിൽ വലിക്കുകയും ചെയ്ത് നമുക്ക് ഈ പാറ്റേണുകൾ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ നൂലിൻ്റെ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ പ്രധാനമാണ്. അതുപോലെ തന്നെ ഡിസൈൻ വളരെ പ്രധാനമാണ്. തന്നിരിക്കുന്ന സമയത്തിനകത്ത് നിശ്ചിതമായ എണ്ണം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ ചിത്രം നാം നൂല് ചുറ്റുമ്പോൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ആണി ഇളകാൻ പാടുള്ളതല്ല, നന്നായി ഉറപ്പിക്കുക. അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ഏത് ഡിസൈനും നിശ്ചിതമായ കൃത്യമായ ഒരു അകലം പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അനുപാതം, ആണികൾ അടിക്കുന്നതിൻ്റെ അനുപാതം വളരെ കൃത്യമായിരുന്നാൽ മാത്രമേ ചിത്രത്തിന് മനോഹാരിത ലഭിക്കുകയുള്ളൂ. അപ്പോൾ പേപ്പർ ഒട്ടിക്കാം, തുണി ഫിക്സ് ചെയ്യാം, അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. LP കുട്ടികൾ പരമാവധി 3 എണ്ണം, UP 4 എണ്ണം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി 6 എണ്ണം പൂർത്തിയാക്കേണ്ടതാണ്. ഇതുപോലെ ചിലതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ തെറ്റാതെ അത് ആണി അടിക്കുന്നത് വളരെ കയറി ഇറങ്ങി വൃത്തിയില്ലാതെ അടിക്കുന്നതൊന്നും ആശാസ്യമായ കാര്യമല്ല. ഏറ്റവും ഭംഗിയായി പ്രയത്നിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക, നല്ല നല്ല ഡിസൈൻ സ്വന്തമാക്കി ഏറ്റവും ത്യാഗപൂർവ്വം നിലത്തിരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ് ത്രെഡ് പാറ്റേൺ. തീർച്ചയായും നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു. കളർ കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നൂലുകൾ എടുക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ വ്യത്യസ്ത നൂലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പരീക്ഷണങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു.